മുൻ തലമുറ അനുഭവിച്ച ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും ഭാഗമായാണ് ദളിതന് അക്ഷരം പഠിക്കുവാനും എഴുതാനുമായതെന്ന് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പുരോഗമന കലാസാഹിത്യ സംഘം ചൂണ്ടൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ചാവറയച്ചനും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ളവർ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയത്. പള്ളിക്കൊപ്പം ഒരു പള്ളിക്കൂടവും വേണമെന്നാണ് ചാവറയച്ചൻ പറഞ്ഞത്. അതാണ് അദ്ദേഹത്തെ നവോത്ഥാന നായകനെന്ന് വിളിക്കുന്നതിന് കാരണമായത്. കുട്ടികൾക്ക് പഠിക്കണം, അറിവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ കൊണ്ടുപോയി സമരം നടത്തി പഠിക്കാനുള്ള അവകാശം സ്ഥാപിച്ച വ്യക്തിത്വമാണ് അയ്യങ്കാളിയുടേത്. ജാതിവിവേചനം നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം. പുലേ വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന പെൺകുട്ടിയിരുന്ന ബെഞ്ച് കത്തിച്ചാണ് സവർണ മേധാവികൾ പകരം വീട്ടിയത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കേരളം മുന്നേറിയതിന് പിന്നിൽ വായനശാലകളും കലാപ്രവർത്തനങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ലെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അത് ശ്രദ്ധിച്ചത് ഞങ്ങൾ പുലയ സമുദായക്കാരാണ്. ഞങ്ങളുടെ മക്കൾ മനുഷ്യക്കുട്ടികളാണ്. അവർക്ക് അറിവ് വേണം, വിദ്യാഭ്യാസം വേണം, അവർ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളാണ്. ഒരു കുട്ടിയെയും കൊണ്ടാണ് അവർ സ്കൂളിൽ പോയത്, പഴയൊരു പൊതുവിദ്യാലയത്തിലേക്ക്. ആ കുട്ടിയുടെ പേര് പഞ്ചമി എന്നായിരുന്നു. അവരത് അത്ഭുതപ്പെട്ടു പോയി. ഒരു പുലയ കുട്ടിയെ സ്കൂളിൽ ചേർക്കുകയോ, ആ കുട്ടി ഒരു 3 ദിവസം ബെഞ്ചിലിരിക്കുമ്പോഴേക്കും ആ ബെഞ്ച് കത്തിച്ചു. 1 വർഷം കഴിയുമ്പോഴേക്കും സ്കൂൾ കത്തിച്ചു. അത് പറയാൻ കാരണം അത്രയും ത്യാഗം അനുഭവിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ ചരിത്രങ്ങളിലൊക്കെ രേഖകളുള്ളതെന്ന് നമ്മൾ അറിയണം. വെട്ടുകാട് പാൽ സൊസൈറ്റിക്ക് സമീപം നടന്ന ഗ്രാമോത്സവത്തിൽ സംഘാടക സമിതി ചെയർമാൻ CS രാജേഷ് അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗം ഫൈസൽ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി PT സുഭാഷ്, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായി.